ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ഒരു പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നുള്ളത്. നല്ല വീശി അടിക്കാനൊന്നും അറിയാത്തവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള മാവ് കുഴച്ച് വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1.5 കിലോ മൈദ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കണേ. പഞ്ചസാര നമ്മളിത് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 മുട്ടയുടെ വെള്ളയാണ്, ഇതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഞാൻ ഈ ഒരു കപ്പിന് 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറേശ്ശെ ചേർത്ത് ഇത് നന്നായി കുഴച്ചെടുക്കണം. ഈ വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നിച്ച് കുഴച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഞാനിത് ഈ ഒരു പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ടേബിൾ ടോപ്പിലേക്ക് ഒരല്പം പൊടി വെതറി കൊടുത്തിട്ട് ഇവിടെ ഇട്ട് നമ്മൾ നന്നായി കുഴച്ചെടുക്കണം. ഇങ്ങനെ വലിച്ച് നീട്ടി വേണം ഇത് കുഴച്ചെടുക്കാൻ, അല്ലെങ്കിൽ പൊറോട്ട സോഫ്റ്റ് ആവില്ല. ഇതുപോലെ ഒരു 15 മിനിറ്റെങ്കിലും കുഴച്ചെടുക്കണം. നന്നായി കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റാക്കി നമുക്കിത് എടുക്കാം. അപ്പോൾ ഞാനിത് ഒരു 10-20 മിനിറ്റ് നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇത് കുഴച്ചെടുക്കുമ്പോൾ ഇടക്ക് കയ്യുമ്മ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മളിത് 2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഈ ടേബിൾ ടോപ്പിൽ ഒരല്പം ഓയിലൊന്ന് തടവിയിട്ട് അതിൻ്റെ മേലെ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ ഓയിലൊന്ന് തടവി കൊടുക്കുക. ഇങ്ങനെ ഫുള്ളും തടവി ഇതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ തുണി വെച്ച് മൂടി വെക്കാം. അതുപോലെ നന്നായി ഓയിൽ തടവി കൊടുക്കണേ. ഞാനൊരു നനഞ്ഞ തുണി കൊണ്ട് ഇത് 2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ 2 മണിക്കൂറായിട്ട് മാറ്റി വെച്ചിട്ടുള്ള മാവ് റെഡിയായി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഒന്ന് നീളത്തിലൊന്ന് ഇങ്ങനെ ആക്കിയെടുക്കണം. അതുപോലെ നന്നായി നീട്ടിയെടുക്കുക. അപ്പം ഇത് നീളത്തിൽ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഓരോ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. മാവ് നന്നായി കുഴച്ചാലേ നല്ല സോഫ്റ്റ് ആവുള്ളൂ. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ ആവണമെങ്കിൽ മാവ് ഒരു 10-20-25 മിനിറ്റെങ്കിലും ഒന്ന് കുഴക്കണം. ഞാനിത് 20 മിനിറ്റിൽ കൂടുതൽ കുഴച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാവരും ചെയ്ത് നോക്കിയാൽ നല്ല സോഫ്റ്റായി കിട്ടും. ഇനി നമ്മളിത് ഒരു ഷേപ്പിലാക്കിയിട്ട് വേണം ഇത് ഒന്ന് ഉരുട്ടിയെടുക്കാൻ. ഈ ഒരു ഷേപ്പിൽ വേണം ഇത് ബോളാക്കിയിട്ടല്ല നമ്മൾ റെഡിയാക്കുന്നത്. ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കിയെടുക്കുക. ഇത് പരത്തുമ്പോൾ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഫുള്ളും ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും ഇതുപോലെ ഓയിൽ തടവി കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഫുള്ളും തടവി കൊടുത്തിട്ട്
നമ്മൾക്കിത് വീണ്ടും ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് മൂടി വെക്കാം. അതിന് ശേഷം നമുക്ക് പൊറോട്ട റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് അപ്പോൾ ഞാൻ നനഞ്ഞ തോർത്തൊക്കെ എടുത്ത് മാറ്റി. ഇനി നമ്മളിത് ഓരോന്നായിട്ട് പരത്തിയെടുക്കണം. ഇത് ഇതേ ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കാൻ നോക്കണം. അപ്പോൾ അത് പരത്താൻ വേണ്ടിയിട്ട് ഞാൻ ടേബിൾ ടോപ്പിൽ നന്നായി എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇത് ഇതേ ഷേപ്പ് വെച്ചിട്ട് തന്നെ നമ്മൾ പരത്തിയെടുക്കണം. നല്ലത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് പരത്തിയെടുക്കുകയാണ്. ഇത് നമ്മൾ സാധാരണ പൊറോട്ട പോലെ വീശി അടിക്കുകയൊന്നും ചെയ്യണില്ല. അതുപോലെ പരത്തിയിട്ടിട്ട് കട്ടർ വെച്ച് മുറിച്ചിട്ടാണ് ഇത് ചുരുട്ടിയെടുക്കുന്നത്. നന്നായി കനം കുറച്ച് വേണം പരത്താൻ. എത്ര കനം കുറക്കാൻ പറ്റുമോ അത്രയും കനം കുറച്ചിട്ട് വേണം ഇത് പരത്താൻ. ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് ഇത് നമ്മൾ ചെറിയ നാര് പോലെ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. നന്നായി കട്ട് ചെയ്യണേ. അപ്പം ഞാൻ ഈ ഒരു ഷേപ്പിലാക്കി കട്ട് ചെയ്യണം. ഒരു കട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ അങ്ങനെ ചെറുതായ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിത് ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഒരു സ്പാച്ചുല വെച്ചിട്ടാ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ തട്ടി തട്ടി കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കണം. അടുപ്പിച്ച് കൊണ്ടുവരണം. ഇതുപോലെ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് കൂട്ടി വെച്ചിട്ട് നമ്മളിത് ചുരുട്ടിയെടുക്കണം. ഞാനിത് ഇതുപോലെ ചുരുട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് വലിച്ച് ഇതാക്കിയിട്ട് നമ്മൾ 2 സൈഡിൽ നിന്നും ഇതുപോലെ ചുരുട്ടെടുക്കുക. നമ്മൾ സാധാ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഒരു ഭാഗത്തു നിന്നല്ലേ ചുരുട്ടെടുക്കുന്നത്. ഇത് 2 ഭാഗത്തു നിന്നും ചുരുട്ടെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു ഇങ്ങനെ 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അങ്ങനെ ഇതുപോലെ ഫുള്ളും നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ പൊറോട്ടയുടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എല്ലതും ചുരുട്ടി വെച്ചിട്ടുണ്ട്. നമ്മളിത് ചുട്ടെടുക്കണം. ആദ്യം പരത്തണം. അപ്പോൾ ഇതുപോലെ ചെറുതായി പരത്താൻ പാടുള്ളൂ. ഇത് നമ്മൾ സാധാ പൊറോട്ട പോലെ ഓവറാക്കി പരത്തരുത്. ഇത് ഈ ഒരു കട്ടിയിൽ വേണം ഇത് പരത്തിയെടുക്കാൻ. അപ്പോൾ ചട്ടി ഇവിടെ നന്നായി ചൂടായി കിടക്കുകയാണ്. അപ്പോൾ ഞാനിതിൽ ഇത് ചുട്ടെടുക്കാൻ പോവുകയാണ്. ഇതുപോലെ ഫുള്ളും ചെയ്തെടുക്കുക. കൈ കൊണ്ട് പരത്തി കൊടുത്താലും മതി. ഈ പൊറോട്ടയുടെ ഒരു പ്രത്യേകത ഇതാണ്. അധികം വലിപ്പം ഉണ്ടാവില്ല. ചെറിയ പൊറോട്ടയാണ്. ഇവിടെ നന്നായി ചൂടായി കിടക്കുകയാണ്. ഞാനിതിൽ ചുട്ടെടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ഒരു ഭാഗം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ചെറിയ തീയിലിട്ടിട്ട് വേണം അത് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും. പിന്നെ അത് ഉള്ളു വേവുമോ എന്നുള്ള പ്രശ്നമൊന്നും വേണ്ട. ഉള്ളപ്പോൾ ചെറുതായി ഒന്ന് തീ കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് ഇത് 2 സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓയിലൊന്ന് തൂവി കൊടുക്കണം. അതൊക്കെ കണ്ടോ നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിത് അടിച്ചെടുക്കാം. ഞാനിതൊരു മാറ്റി. അപ്പോൾ ഞാൻ ഈ പൊറോട്ട ഒന്ന് അടിച്ച് കാണിച്ചു തരാം. നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടോടെ തന്നെ അടിക്കണം കേട്ടോ. ഇതാ കണ്ടില്ലേ, നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. നല്ല
അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വേണ്ട അതുപോലെ ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാം. വേണ്ടി ചൂടാണ്. അപ്പോൾ നമ്മളെ അടിപൊളി പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ട, ഒരുപാട് ലെയറൊക്കെ ഉള്ള ഒരു പൊറോട്ടയാണ്. നല്ല സോഫ്റ്റുമാണ്. ഇത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ അറിയാത്തവർക്കും വീശി അടിക്കാൻ അറിയാത്തവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പൊറോട്ടയാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കുക. ബീഫിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും. ഞങ്ങൾ ചിക്കൻ കറിയാണ് ഇവിടെ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ പൊറോട്ട എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു പുതിയ ഐറ്റം കൊണ്ട് വീണ്ടും കാണുന്നത് വരേക്കും ബായ്. ഹായ്, എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ നല്ല അടിപൊളി പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. നല്ല സൂപ്പറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയുക. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ നേരെ എല്ലാവർക്കും ബായ്.